നമസ്കാരം. മതന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള പീഡനത്തിൻ്റെ പേരിൽ കുപ്രസിദ്ധിയുള്ള ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. 1947 പാകിസ്ഥാൻ എന്ന രാജ്യം രൂപം കൊള്ളുമ്പോൾ അവിടെയുണ്ടായിരുന്ന ഹിന്ദു ജനസംഖ്യ, സിഖുകാരുടെ ജനസംഖ്യ ഇവയെല്ലാം ഇപ്പോൾ വലിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് എന്ന് കാണാം. അതായത് മതന്യൂനപക്ഷങ്ങളെ നിരന്തരം പാക് ഭരണകൂടത്തിൻ്റെ സഹായത്തോടുകൂടി അവിടുത്തെ മതമൗലികവാദ സംഘടനകളും ശക്തികളുമെല്ലാം നിരന്തരം വേട്ടയാടിക്കൊണ്ടിരുന്നു. അവർക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം രാജ്യത്ത് സൃഷ്ടിക്കുന്നു. അവരെ ഒരു രണ്ടാം കിട പൗരന്മാരായി കാണുന്നു. തുടർന്ന് നിരവധി മതന്യൂനപക്ഷത്തിൽപ്പെട്ട ആളുകൾ ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നു, അല്ല എങ്കിൽ കൊല്ലപ്പെടുന്നു. ഇങ്ങനെ അല്ല എങ്കിൽ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യുന്നു. ഇങ്ങനെയാണ് അവിടുത്തെ ജനസംഖ്യ, ഹിന്ദു ജനസംഖ്യ ആയാലും ക്രിസ്ത്യൻ ജനസംഖ്യ ആയാലും സിഖ് ജനസംഖ്യ ആയാലും അവിടെ കുറഞ്ഞു വന്നിട്ടുള്ളത്. പ്രധാനപ്പെട്ട മതന്യൂനപക്ഷങ്ങളുടെ എല്ലാം ജനസംഖ്യയിൽ വലിയ കുറവ് കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകൾ നമ്മൾ പരിശോധിച്ചാൽ വന്നിട്ടുണ്ട് എന്ന് പാകിസ്ഥാൻ്റെ കണക്കുകൾ, അല്ലെങ്കിൽ പാകിസ്ഥാനിലെ വിവിധ ഏജൻസികൾ നൽകുന്ന കണക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇപ്പോഴിതാ മതന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയങ്ങളും സ്ഥലങ്ങളുമെല്ലാം വിറ്റഴിക്കുന്നു എന്ന ഒരു ആരോപണവും പാകിസ്ഥാൻ നേരിടുകയാണ്. ഹിന്ദു ജനസംഖ്യയും സിഖ് ജനസംഖ്യയെല്ലാം കുറഞ്ഞു വരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ നേരത്തെ ഈ ജനവിഭാഗങ്ങൾ ഉപയോഗിച്ചിരുന്ന ആരാധനാലയങ്ങൾ, അത് ക്ഷേത്രങ്ങളായാലും ഗുരുദ്വാരകളായാലും, ഈ സ്ഥാപനങ്ങൾക്കെല്ലാം അവരവരുടേതായ ഭൂസ്വത്തുക്കൾ ഉണ്ടായിരുന്നു. എന്നാൽ ആ ഭൂസ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു പോവുകയായിരുന്നു. അതിൽ കുറേ ഭരണകൂടം അത് കണ്ടുകെട്ടി. മാത്രമല്ല ചില തദ്ദേശീയരായ ആളുകൾ ഇത് കയ്യേറുന്ന സാഹചര്യമുണ്ടായി. അല്ല എങ്കിൽ ഇതിപ്പോൾ പലരും കയ്യേറി അത് വിൽക്കുന്ന സാഹചര്യം പോലും ഉണ്ടാകുന്നു. അതായത് 1947 പാകിസ്ഥാൻ രൂപീകൃതമായപ്പോൾ അവിടെ എത്ര മതസ്ഥാപനങ്ങൾ ഹിന്ദുക്കൾക്കും സിഖുകാർക്കും മറ്റ് മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ചുള്ള കൃത്യമായ കണക്കുകളുണ്ട്. ഈ മതന്യൂനപക്ഷങ്ങളുടെ സ്ഥാപനങ്ങൾ സംരക്ഷിക്കുന്നതിന് പാകിസ്ഥാനിൽ ഒരു സംവിധാനം തന്നെയുണ്ട്, ഒരു സ്ഥാപനം തന്നെയുണ്ട്. നമ്മുടെ ഭാരതത്തിൽ വഖഫ് ബോർഡ് പോലെയുള്ള ഒരു സ്ഥാപനം അവിടെയുണ്ട്. അത് ഇവാക്വി ട്രസ്റ്റ് പ്രോപ്പർട്ടി ബോർഡ്, ETBPB എന്നറിയപ്പെടുന്ന ഒരു സ്ഥാപനമാണ്. ഈ സ്ഥാപനമാണ് മതന്യൂനപക്ഷങ്ങളുടെ, ഹിന്ദുക്കളുടെയും അതുപോലെ തന്നെ സിഖുകാരുടെയും ഒക്കെ ആരാധനാലയങ്ങൾ സംരക്ഷിക്കാൻ ചുമതലപ്പെട്ട ബോർഡ്. എന്നാൽ ഈ ബോർഡ് തന്നെ ഇപ്പോൾ ഗുരുദ്വാരയുടെ കീഴിലുള്ള സ്ഥലം ലക്ഷക്കണക്കിന് രൂപയ്ക്ക് വിറ്റു എന്ന ആരോപണം നേരിടുന്നത്. ആരോപണമല്ല, അങ്ങനെ ഒരു വിൽപ്പന നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. അബോട്ടാബാദിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ഗുരുദ്വാര, ആ ഗുരുദ്വാരയും അതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളുമെല്ലാം 10 മില്യൺ പാകിസ്ഥാൻ രൂപയ്ക്ക് ഈ ബോർഡ് ഒരു സ്വകാര്യ വ്യക്തിക്ക് വിറ്റു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. നിരവധി ക്ഷേത്രങ്ങൾ, ഗുരുദ്വാരകൾ, ഇവയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളെല്ലാം പതിയെ തദ്ദേശവാസികൾ കയ്യേറുന്നു. കയ്യേറിയ ഭൂമിക്ക് ഒടുവിൽ സർക്കാർ തന്നെ അംഗീകാരം കൊടുക്കുന്നു. പിന്നീടത് വൻകിട മുതലാളിമാർക്കും മറ്റും വിറ്റുപോകുന്നു. പ്രത്യേകിച്ചും പാകിസ്ഥാൻ സൈന്യവുമായി ബന്ധപ്പെട്ട പല ആളുകളുമാണ് ഇത് വാങ്ങുന്നത്. പാകിസ്ഥാൻ സൈന്യമാകട്ടെ അഴിമതിക്ക് പേരുകേട്ട ഒരു സൈന്യമാണ്. ഈ സൈന്യത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരിൽ പലരും ഇത്തരത്തിലുള്ള ഭൂമി വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് എന്ന വിവരങ്ങൾ നേരത്തെയുണ്ട്. ഇപ്പോഴിതാ വളരെ ചരിത്രപരമായ അബോട്ടാബാദിലെ ഗുരുദ്വാര 10 മില്യൺ പാകിസ്ഥാനി രൂപയ്ക്ക് വിറ്റഴിച്ചിരിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് പാകിസ്ഥാനിൽ നിന്നും പുറത്തു വരുന്നത്. പാകിസ്ഥാനിലെ സിഖ് മത നേതാക്കൾ ശക്തമായ പ്രതിഷേധം, ഈ ETPBക്കെതിരായിട്ടുള്ള പ്രതിഷേധം സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. ഇങ്ങനെ അന്യാധീനപ്പെടുന്ന ക്ഷേത്രങ്ങളെയും ഗുരുദ്വാരകളെയും സംരക്ഷിക്കണമെന്നും അത് കയ്യേറി വിറ്റ് കാശാക്കുന്ന രീതി അത് നിർത്തലാക്കണമെന്നുമൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് മതനേതാക്കൾ രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ അവരുടെ ആവശ്യം അത് അവർ പരിഗണിക്കുമോ അല്ലെങ്കിൽ സർക്കാർ പരിഗണിക്കുമോ എന്നറിയില്ല. പാകിസ്ഥാൻ നിലവിൽ തന്നെ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് അവിടുത്തെ ജനങ്ങളും അനുഭവിക്കുന്നുണ്ട്. വിലക്കയറ്റം രൂക്ഷമാണ്. ഭരണകൂടത്തിനെതിരെ ശക്തമായ പൊതുജന വികാരമുണ്ട്. പാവപ്പെട്ട ജനങ്ങൾക്ക് അവിടെ ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ആരാധനാലയങ്ങളുടെ ഭൂമിയും മറ്റും കയ്യേറി വിൽക്കാൻ പലരും ശ്രമിക്കുന്നത്. അത് വാങ്ങാനും, അത് ചുളുവിലയ്ക്ക് വാങ്ങാനുമൊക്കെയുള്ള മാഫിയകൾ പാകിസ്ഥാനിൽ ശക്തമാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുസ്ലിം രാഷ്ട്രമായി മാറിയ പാകിസ്ഥാനിൽ മതന്യൂനപക്ഷങ്ങളെ ആട്ടിപ്പായിക്കുന്നു, അവരെ നിർബന്ധിതമായി മതപരിവർത്തനം ചെയ്യിക്കുന്നു, പലരെയും കൊന്നൊടുക്കി. മാത്രമല്ല ഇപ്പോൾ ആരാധനാലയങ്ങൾ, ഹിന്ദുക്കളുടെയും സിഖുകാരുടെയും ആരാധനാലയങ്ങൾ കയ്യേറി വിറ്റ് കാശാക്കുകയും ചെയ്യുന്നു എന്നതാണ് പാകിസ്ഥാനിൽ നിന്നുള്ള വാർത്ത. എന്തായാലും ശക്തമായ പ്രതിഷേധം വിവിധ മത നേതാക്കൾ സർക്കാരിനെ ഇതിൻ്റെ പേരിൽ അറിയിച്ചു കഴിയുകയും
ചെയ്തിരിക്കുന്നു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.